ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് പരിചയപ്പെടുന്നത് നമ്മുടെ ഫോണിലൊക്കെ ഉള്ള ഒരു കിടിലൻ ട്രിക്സാണ്. അതായത് എന്താണെന്നുള്ള ഈ വീഡിയോ അവസാനം വരെ കാണുക, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇഷ്ടംമാതിരി ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും അല്ലേ. അപ്പം ഈ ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ വേറെ ഒരാളുടെ ഫോണിലേക്ക് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവർക്ക് ഡൗൺലോഡ് ചെയ്യാതെ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ പണ്ടൊക്കെ ഷെയർ മീ അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നത് ക്വിക്ക് ഷെയർ അതൊക്കെ വെച്ച് നമ്മൾ സെൻഡ് ചെയ്യുമായിരുന്നു അല്ലേ, ആപ്ലിക്കേഷൻസ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. അപ്പം അതിന് പകരം നമ്മൾക്ക് അറിയത്തില്ലാത്തൊരു ഹിഡൻ ഫീച്ചർ നമ്മുടെ ഫോണിൽ തന്നെയുണ്ട്. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പം ഇതെങ്ങനെ നമുക്ക് സെൻഡ് ചെയ്യാം, എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ഇതെല്ലാം ഈ വീഡിയോ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. അപ്പം ആരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് മറക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എന്താണെന്നുള്ളത് വെച്ചാൽ, നമ്മുടെ ഫോണിലേക്ക് ഉള്ള പോലെ തന്നെ നമ്മുടെ എന്തുണ്ട്, പ്ലേ സ്റ്റോർ ഉണ്ടല്ലേ. നമ്മുടെ സാധാരണ പ്ലേ സ്റ്റോർ നമ്മൾ ഫോണിലുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വന്നിട്ട് നമ്മുടെ പ്ലേ സ്റ്റോർ ഓൾറെഡി തന്നെ നമ്മളങ്ങനെ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും മുകളിൽ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്ന പ്ലേ സ്റ്റോറിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന ഒരു അക്കൗണ്ട് ഉണ്ടാകും. അവിടെ നമ്മുടെ ഇമേജൊക്കെ ആയിരിക്കും ഉള്ളത്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ മെയിൽ അഡ്രസ്സ്, അതായത് നമ്മൾ ഈ ഫോണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മെയിൽ അഡ്രസ്സും അതിൻ്റെ ഡീറ്റെയിലും കാണിക്കും. എന്നിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നേരെ താഴേക്ക് വരുമ്പോൾ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഹാംഫുൾ അപ്ഡേറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാട്ടും. അവിടെ നമുക്ക് തൊട്ട് താഴെ എന്ത് ചെയ്യും, സെൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം സെൻഡ് കൊടുക്കുക. അപ്പം നമ്മുടെ ഫോണിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ടോ ആ ആപ്ലിക്കേഷൻസ് എല്ലാം ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സെൻഡ് കൊടുക്കുക. അപ്പം ഞാൻ നിങ്ങളുടെ വേറൊരു അടുത്തൊരു ഫോണാണെങ്കിൽ അതിൽ റിസീവ് കൊടുക്കുക. റിസീവ് കൊടുക്കുമ്പോൾ ഓൾറെഡി തന്നെ റിസീവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണിച്ചു തരും. ഇനി അതല്ലെങ്കിൽ നമുക്ക് സെൻഡ് കൊടുക്കുക. സെൻഡ് കൊടുത്തിട്ട് ഞാനൊരു ബിഹാൻസോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുത്തിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മുകളിലുണ്ട് റൈറ്റ് സൈഡിൽ കോർണറിൽ, അത് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്താൽ ഇവിടെ സെൻഡ് റിസീവർ. അപ്പം നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതേപോലെ നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് വേറൊരു ഫോണിലേക്ക് സിമ്പിളായിട്ട് നമുക്ക് സെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് കിഡിലിനായിട്ട് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതേപോലുള്ള വീഡിയോസിന് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കോണും ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പം ഈ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സജസ്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കൂടെ കാണുന്നതിന് വരെ ഓക്കെ ബൈ, താങ്ക്സ്.